ശ്രീ നാരായണൻ നമ്പൂതിരി, വർഗീയ വിദ്വേഷ പ്രചാരണം വോട്ട് നേടാനായി കേരളത്തിലും ബി.ജെ.പി. ഉപയോഗിക്കുന്നുണ്ടോ? അതിനുള്ള തെളിവായി കാണാനാവുന്നതാണോ പി.എസ്. ശ്രീധരൻപിള്ളയുടെ പ്രസ്താവന, അതിനെതിരായ പോലീസ് കേസ്? ഹലോ, ശ്രീ നാരായണൻ നമ്പൂതിരി, കേൾക്കാമോ? ശ്രീ പി.എസ്. ശ്രീധരൻപിള്ളയുടെ ശരി, കേൾക്കാം. വല്ലാത്ത ഇടിയുടെ പ്രശ്നമുണ്ട്. പ്രകൃതി നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് ഇറങ്ങുമ്പോഴേ മഴ അറിഞ്ഞ് പ്രകൃതി പോലും അനുഗ്രഹിക്കുകയാണ്. അതിൻ്റെ ഭയങ്കര മഴയാണ്, മഴയും ഇടിയും. അതുകൊണ്ട് ഈ കടുത്ത വേനൽ ചൂടിൽ ഒരു തണുത്ത സ്പർശം പോലെ മഴ പെയ്യുമ്പോൾ പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രസംഗം ലൈവായി കാണിക്കാൻ കഴിയാത്തതിൽ ന്യൂസ് 18 ഒരു ഖേദമുണ്ടാകണം. എന്താണെങ്കിലും വർഗീയ പ്രചരണം കേരളത്തിൽ ബി.ജെ.പി. അല്ല നടത്തുന്നത്. ബി.ജെ.പിയുടെ ആദരണീയനായ അധ്യക്ഷൻ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരിൽ, എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരിൽ വെച്ച് ഏറ്റവും സെക്കുലറായ മതേതരനായ ഒരു നേതാവാണ്. അതുകൊണ്ട് അദ്ദേഹം ഒരു വർഗീയ പ്രചരണം നടത്തിയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. അദ്ദേഹത്തിൻ്റേതായി പറയുന്ന പ്രസംഗത്തിൽ അത് ഏത് കോണ്ടക്സ്റ്റിൽ പറഞ്ഞു, ഏത് സാഹചര്യത്തിൽ പറഞ്ഞു എന്നൊക്കെ ഉള്ളത് പറയാതെ ഏതെങ്കിലും ഒരു വാചകം എടുത്തു മാത്രം അദ്ദേഹത്തെ കേസിൽ കൊടുക്കാനുള്ള വളരെ ബോധപൂർവമായ ശ്രമമാണ് കേരളത്തിൽ നടക്കുന്നത്. എന്ത് പറയുന്നു എന്നുള്ളതല്ല, എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നോക്കേണ്ടത്. കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ രണ്ട് മുന്നണികളും ജാതിയും മതവും നോക്കി സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതടക്കം കേരളത്തിലെ ജാതി മത വർഗീയ സംഘടനകളെ പരിപാലിക്കുകയും താലോലിക്കുകയും ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ നാളുകളായി കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വർഗീയ വിരുദ്ധത പറയുകയും പൂർണ്ണമായി വർഗീയത അല്ലെങ്കിൽ ജാതീയത താലോലിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമീപനം ഈ രണ്ട് മുന്നണികളും സ്വീകരിക്കുമ്പോൾ, അത് വിളിച്ചു പറയുമ്പോൾ, അത് ഉറക്കെ പറയുമ്പോൾ, ഈ രണ്ട് മുന്നണികളുടെയും രാഷ്ട്രീയ സമീപനം വിളിച്ചത് പറയുമ്പോൾ അത് വർഗീയതയാകും എന്ന് പറഞ്ഞാൽ ചില യാഥാർത്ഥ്യങ്ങൾ പറയുന്നുണ്ടാവും. ആ യാഥാർത്ഥ്യങ്ങൾ എങ്ങനെ വർഗീയതയായി മാറും? സത്യസന്ധമായി കാര്യങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ അത് വർഗീയതയായി മാറില്ലല്ലോ. അതുകൊണ്ട് ബി.ജെ.പി. ഒരിക്കലും വർഗീയതയുടെയോ ജാതീയതയുടെയോ പേരിൽ വോട്ട് പിടിക്കാൻ ശ്രമിക്കാറില്ല, ശ്രമിച്ചിട്ടുമില്ല. ഇന്ത്യയിൽ നിലനിൽക്കുന്ന യാഥാർത്ഥ്യങ്ങൾ സത്യസന്ധമായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാറുണ്ട്. ആ യാഥാർത്ഥ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ബി.ജെ.പിക്ക് ഈ ജനപിന്തുണ കിട്ടുന്നത്. ആ യാഥാർത്ഥ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് വർഗീയ പ്രചരണം എന്നുള്ള വാക്ക് ബി.ജെ.പിയുടെ പേരിൽ അടിച്ചേൽപ്പിക്കുന്നത് അടിസ്ഥാനരഹിതമായ ഒരാരോപണമാണ്. താങ്കൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം കൊടുക്കാൻ പറ്റാത്തതിൽ ഖേദിക്കേണ്ടുന്ന സാഹചര്യമൊന്നുമില്ല. അദ്ദേഹം അവിടെ എത്തിച്ചേർന്നിട്ടില്ല. പ്രസംഗം തുടങ്ങിയാൽ ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് പോലുള്ളൊരു വേദിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുടെ പ്രസംഗം. സ്വാഭാവികമായിട്ടും അത് പ്രക്ഷേപണം ചെയ്യുക എന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്, ഞങ്ങൾ ചെയ്യും. അതിനെക്കുറിച്ച് ഭയപ്പെടേണ്ട. അത് കൊടുക്കാത്തതിൽ ഖേദിക്കേണ്ടുന്ന കാര്യമില്ല. അദ്ദേഹം വന്നിട്ടില്ല. താങ്കൾ പാലക്കാട് ഇരിക്കുന്നതുകൊണ്ടാണ് അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ടാകും എന്ന കരുതൽ കൊണ്ടായിരിക്കണം ഒരുപക്ഷെ അങ്ങനെ പറഞ്ഞത്. ഭയപ്പെടേണ്ട, അദ്ദേഹം പ്രസംഗിക്കുന്നത് നമുക്ക് കേൾക്കാം. അതുകൂടെ എടുത്ത് ചർച്ച ചെയ്യണമെന്നാണ് ഞങ്ങൾ വിചാരിക്കുകയും ചെയ്യുന്നത്.